ഞാനിന്ന് ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ പോണേ കേട്ടോ. അപ്പം നമുക്കിന്ന് അരിയും ചെറുപയർ പരിപ്പും കൂടിയിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ പരിപ്പ് ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ വേവിച്ച് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. കടലമാവ് ഒരു കപ്പ് എടുത്തു. പൊട്ടുകടലപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ചെറുപയർ അരച്ചതാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. കുരുമുളക് ജീരകം കൂടെ പൊടിച്ചതിട്ടു. കുറച്ച് എള്ളിട്ടു. കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ടു. കുറച്ച് നെയ്യിനെ നമ്മൾ ഉരുക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചൂട്ടോട് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മുറുക്ക് പീച്ചുന്ന മാതിരി നമുക്ക് കുഴച്ച് വെക്കാം കേട്ടോ. കുഴച്ച് വെച്ചിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ രണ്ടും സേവനാഴിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ മിക്സർ ഉണ്ടാക്കുന്ന ഇതിലാണ് ഞാൻ മുറുക്ക് പീച്ചിയത്. ഇത് മുറുക്കിൻ്റെ അല്ലാട്ടോ, ഞാൻ സേവി ഉണ്ടാക്കിയില്ലേ, മിക്സർ ഉണ്ടാക്കിയില്ലേ, അതിൻ്റേതായിട്ടുള്ള ചില്ലാണ് വെച്ചിരിക്കുന്നത്. ഞാനിത് മുറുക്കുണ്ടാക്കുന്ന ചില്ലിൽ ഞാൻ പീച്ചിനുണ്ട്. തട്ടിലായാലോ കയ്യിൽ കമത്തി വെച്ചിട്ട് അതിലും പീച്ചെടുക്കാം കേട്ടോ. നന്നായി കിട്ടും. നമ്മൾ പീച്ച് വെച്ച ശേഷം ഞാൻ എണ്ണ ചൂടായി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല ബലമൊന്നും ഉണ്ടാകില്ല, നന്നായിട്ട് സിമ്പിളായിട്ട് കിട്ടും. എത്ര അറിയാത്തവർക്കും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മുറുക്ക് ഞാൻ എല്ലാം ചുട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ മുറുക്കെല്ലാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മുറുക്കെല്ലാം ചുട്ട് കഴിഞ്ഞു. നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ മുറുക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ 2 ഉണ്ടാക്കിയതാണ് കേട്ടോ. അതും നന്നായിട്ട് നല്ല തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട്.